രാഹുൽ ഗാന്ധി പറയുന്നു, മാധ്യമങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞ് ആരെയും മുഖ്യമന്ത്രിയാക്കില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരാൾ KC വേണുഗോപാലായിരിക്കും. കാരണം കഴിഞ്ഞ കുറേ നാളമായി രാഹുൽ ഗാന്ധിയുടെ പെട്ടി പിടിച്ചുകൊണ്ട് ഇനി UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഞാനായിരിക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയാൻ കഴിയുമോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. രാഹുൽ ഗാന്ധി പരസ്യമായി പറഞ്ഞ ആ കാര്യം ശരിയാണ്. കോൺഗ്രസിൻ്റെ അജണ്ട തീരുമാനിക്കുന്നതും അതിലെ നേതാവ് ആരെന്ന് നിശ്ചയിക്കുന്നതും മാധ്യമങ്ങളാവരുത്. പക്ഷേ ദൗർഭാഗ്യവശാൽ എല്ലാ കാലത്തും അത് മാധ്യമങ്ങളാണ്. കോൺഗ്രസ്സിന് ആശയം കൊടുക്കുന്നതും കോൺഗ്രസ്സിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ജിഹ്വയേക്കാൾ കോൺഗ്രസ് മുഖം പ്രദർശിപ്പിക്കുന്ന മലയാള പത്രങ്ങളുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർ അവരുടെ വായനാ സമൂഹമായിരിക്കും. പക്ഷേ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഊർജ്ജമാണ്. ആ പത്രമൊന്നും കാണാതെയും അതിൽ തൻ്റെ പേരൊരിക്കലെങ്കിലും ഒന്ന് അച്ചടിച്ച് വരാതെയും ഒരു കോൺഗ്രസ്സുകാരന് നിലനിൽപ്പില്ല. അങ്ങനെ ഇരിക്കെ ഈ മാധ്യമങ്ങളൊന്നും ഞങ്ങളുടെ നേതാക്കളെ തീരുമാനിക്കേണ്ട. അത് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ അത്രത്തോളം ഒന്നും കോൺഗ്രസ് ആയിട്ടില്ല. അതുകൊണ്ട് തിയറിറ്റിക്കലി രാഹുൽ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. പക്ഷേ എല്ലായ്പ്പോഴും അദ്ദേഹം ഇങ്ങനെ പറയുമോ? പക്ഷേ ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ ചില നേതാക്കൾ രംഗത്ത് വരുന്നതും സ്ഥാനാർത്ഥികളാകുന്നതും മാധ്യമങ്ങളുടെ ഒത്താശയോടും പിന്തുണയോടുമാണ്. ഞാൻ ആക്റ്റീവ് ജേർണലിസത്തിലുണ്ടായിരുന്നപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ നേതാക്കളുടെ തീരുമാനമെടുക്കുന്ന നേതാക്കളുടെ ശ്രദ്ധയിൽ വരാൻ വേണ്ടി എന്നെയും ഒന്ന് പരിഗണിക്കണേ എന്ന് പറഞ്ഞ് എത്രയോ ജില്ലാതല നേതാക്കളുണ്ട്. അപ്പോൾ അതിൽ ചിലരൊക്കെ MLA-മാരായിട്ടും ഉണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനശ്രദ്ധയിൽ വരാനുള്ള ഒരു വഴിയല്ലേ. അപ്പോൾ അത് മാധ്യമങ്ങളല്ല ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എങ്കിൽ പിന്നെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഒന്നെല്ലാടും വോട്ട് ചെയ്യൂ. ഇതൊക്കെ അപ്പോൾ രാഹുൽ സംസാരിക്കുന്നത് മാധ്യമങ്ങൾക്ക് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എന്താണ് റോള് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന് ജനാധിപത്യത്തെപ്പറ്റി നല്ല സങ്കല്പങ്ങളുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം അങ്ങനെയുള്ള ഒരു അനുഭവ മണ്ഡലത്തിലൂടെ ഒന്നും ഇതുവരെയും കടന്നു പോയിട്ടില്ല. തിരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുന്നു, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ പദയാത്ര നടത്തുന്നു, തിരിച്ച് ആസാമിൽ നിന്ന് മുംബൈ വരെയും പദയാത്ര നടത്തുന്നു. ഇങ്ങനെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നടക്കുന്നത് കൊണ്ട് മാത്രം ജനാധിപത്യ ബോധം ഉണ്ടാവില്ല. ചുരുങ്ങിയ പക്ഷം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന മുതുമുത്തച്ഛൻ്റെ പുസ്തകമെങ്കിലും ഇദ്ദേഹം ഒന്ന് വായിക്കണം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് തൻ്റെ പിതാമഹൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് രാഹുലിന് അറിയാമെങ്കിൽ അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ജയറാം രമേശിനോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കണം. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ഒരാൾ, വേണ്ടത്ര ഹോംവർക്കില്ലാത്ത ഒരു മനുഷ്യൻ, രാഷ്ട്രീയത്തെ പറ്റിയുള്ള ഉൾക്കാഴ്ച പുലർത്താത്ത ഒരാൾ, ഇന്ത്യയിലെ യുവജനങ്ങളെയോ മധ്യവയസ്കരെയോ ആരെയും ഒരു ജനവിഭാഗത്തെയും ആവേശം കൊള്ളിക്കുന്ന ഒരു വരി ഇതുവരെയും സംസാരിച്ചിട്ടില്ലാത്ത ഒരാൾ, മാധ്യമങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ അജണ്ട തീരുമാനിക്കേണ്ട എന്ന് പറയുന്നത് ഒരഹങ്കാരമാണ്. അത് സത്യത്തിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങൾ എന്താണെന്നും മാധ്യമങ്ങൾക്ക് ജനാധിപത്യത്തിലെ അഭിപ്രായ രൂപീകരണത്തിലുള്ള പങ്കാളിത്തം എന്താണെന്നും തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഈ KC വേണുഗോപാൽ ശശി തരൂറും തമ്മിൽ ഒരു മത്സരം അന്തർധാരയിൽ നടക്കുന്നുണ്ടോ? KC വേണുഗോപാലിനോട് ഒരു വ്യക്തിപരമായ ഒരു തുറന്ന യുദ്ധത്തിൽ ഏർപ്പെടാനും മാത്രം ചെറിയ ഒരാളല്ല ശശി തരൂർ. ശശി തരൂർ എന്ന അദ്ദേഹം ഒരു സ്കോളറാണ്. ഒരു ലീഡർ എന്ന നിലയിൽ ഒരുപക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ആൾ KC വേണുഗോപാലായിരിക്കും. അദ്ദേഹത്തിന് ഉള്ള ഗ്രൗണ്ട് സപ്പോർട്ട് ചിലപ്പോൾ ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവിനുണ്ടായി എന്ന് വരില്ല. പക്ഷേ ഒരു സംസ്ഥാനത്തെയോ ഒരു രാജ്യത്തെയോ ഒരു അടുത്ത 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെ ആശയപരമായി ഉൾക്കൊള്ളണമെന്നും നയിക്കണമെന്നതിനെപ്പറ്റി വളരെ ഗംഭീരമായൊരു ഇമാജിനേഷനുള്ള ആളാണ് ശശി തരൂർ. അത്രത്തോളം ഒരു വിഷൻ പുലർത്തുവാനുള്ള കൽപ്പനുള്ള ആളല്ല KC വേണുഗോപാലെന്ന് കഴിഞ്ഞ ഒരു 40 വർഷത്തിനുള്ളിൽ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള KC വേണുഗോപാൽ
അദ്ദേഹം മാനിപ്പുലേറ്റീവ് പൊളിറ്റിക്സിലൂടെ കെ കരുണാകരൻ്റെ രാഷ്ട്രീയ ശൈലി പിൻപറ്റിക്കൊണ്ട് കേന്ദ്ര നേതൃത്വത്തിൽ ഹൈക്കമാൻഡിലും അദ്ദേഹത്തിന് സ്വാധീനം ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അതൊക്കെ ഈ പവർ പൊളിറ്റിക്സിലെ ചില പ്ലേയിൽ വരുന്ന ഓട്ടമത്സരത്തിലെ വിജയം മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളതൊരു നേതാവിനെ പരിശോധിക്കുന്ന ടെസ്റ്റിലെ വിജയമായിട്ട് എടുക്കാൻ പ്രയാസമാണ്. ചരിത്രത്തിൻ്റെ മുമ്പിൽ ഒരു നേതാവ് എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടുന്നത്, നാളെയും ജീവിക്കുന്നത്, അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ ഇനിയും വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതേസമയത്ത് വലിയൊരു റെക്കോർഡ് ഓൾറെഡി ചരിത്രത്തിൽ അവശേഷിപ്പിച്ചു കഴിഞ്ഞ ഒരാളാണ് ശശി തരൂർ. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു മത്സരം ഉണ്ട് എന്ന് പറയുന്നത് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ വിഷമമാണ്. എന്തായിരിക്കും സാർ ഇനി 2026 ഒരു UDF തരംഗം ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ BJPക്ക് വളരാൻ CPMൻ്റെ ഭരണം തന്നെ വരികയും വേണം. അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു രക്ഷയുണ്ടോ 2026? ഈ സർവേ ഫലങ്ങൾ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ സർവേ ഫലം ജനങ്ങളുടെ അതൃപ്തിയിൽ നിന്ന് ജനിക്കുന്ന ചില അഭിപ്രായങ്ങളാണ്. നിലവിലെ LDF തുടർ ഭരണം ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് കെടുതികളുണ്ട് കേരളത്തിൽ. കേരളീയ സമൂഹത്തിൽ ഏറ്റവും ദൈനംദിനം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യമായ തിരിച്ചടികൾ, രാഷ്ട്രീയമായ വെല്ലുവിളികൾ, ജീവിതത്തിൻ്റെ നാനാ മണ്ഡലങ്ങളിലുമുള്ള പിന്നോക്കം പോക്ക്, ഇതെല്ലാം കാരണം ജനങ്ങൾ അടിമുടി അസംതൃപ്തരാണ്. ഒരു ജനവിഭാഗവും സന്തോഷിക്കുന്നില്ല. ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോളോവേഴ്സ്, അതിനെ ഉപജീവിച്ച് തരികിടകളൊക്കെ കാണിച്ച് അല്പസ്വല്പം കാശുണ്ടാക്കി ജീവിക്കുന്നവർ മാത്രമാണ്. അവർക്കല്ലാതെ ഇന്നത്തെ ഭരണം കൊണ്ട് യാതൊരു ഗുണവുമില്ല. പാർട്ടിയുടെ സഹയാത്രികർക്ക് മാത്രം ജോലി കിട്ടുകയും അവർക്ക് മാത്രം പരീക്ഷ എഴുതാതെ പോലും ജയിക്കാൻ പറ്റുകയും എഴുതാത്ത പ്രബന്ധത്തിന് PhD കിട്ടുകയൊക്കെ ചെയ്യുന്നത് പാർട്ടി പോഷക സംഘടനയുടെയും പ്രവർത്തകർക്ക് മാത്രമാണ്. സാമാന്യ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. എല്ലാ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെയും അടിമുടി നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ വിലയിരുത്തുമ്പോൾ അവർക്കിടയിൽ ഇതിനൊരു മാറ്റം വേണമെന്ന് അവരെന്നേ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സർവേയിൽ പ്രതിഫലിക്കുന്ന ഈ ജനാഭിപ്രായമാണ്. അതിൻ്റെ ഗുണം LDF തോറ്റാൽ പിന്നെ UDFനാണ്. UDFിലെ ആരാണ് ഭേദം? UDF ഭരണം ഇതിനേക്കാൾ ഭേദമെന്നല്ലേ ഉള്ളൂ. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന അർത്ഥത്തിലാണ് LDF പോയാൽ UDF ആവട്ടെ എന്ന് കേരളം പരമ്പരാഗതമായി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കൊരു മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് അർത്ഥവത്താണെന്ന് തോന്നിയാൽ കാര്യങ്ങളെല്ലാം തകിടം മറിയും. ഇനിയൊരു 10-11 മാസമുണ്ട് തെരഞ്ഞെടുപ്പിന്. അപ്പോൾ അതിനുള്ളിൽ മാറി വരാവുന്നതാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അപ്പോൾ വിഷയങ്ങൾ മാറാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ സർവേയുടെ തെളിയുന്നത് ഈ ഗവൺമെൻറ്റിനോടുള്ള അതൃപ്തി മാത്രമാണ്.